ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്നാ പെരുന്നാൾ വലിയ പെരുന്നാളൊക്കെ വരില്ലേ, അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണ്ട കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട് അതിനൊക്കെ ഇറങ്ങിയത് തന്നെ. അതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് എൻ്റെ ലേസർ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ, ഞാൻ ചില വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും പെരുന്നാളൊക്കെ വരില്ലേ, അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ ഓൾറെഡി 15 ദിവസം ലേറ്റ് ആയിട്ടുണ്ട്, പറഞ്ഞ ഡേറ്റ് ചെന്നിട്ടില്ല, പോയിട്ടില്ല ഞാൻ. കുട്ടികളെ സ്കൂൾ പോക്കുക തിരക്കൊക്കെ ആയപ്പോൾ പിന്നെ നമുക്ക് ഒരു മൈൻഡ് വന്നിട്ടില്ലേനു. അപ്പോൾ ഏതായാലും ഇനി പെരുന്നാളൊക്കെ വരില്ലേ, അപ്പോൾ ഏതായാലും ഒന്ന് ചെയ്യാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതിപ്പോൾ രാവിലെയാണ് കേട്ടോ. അന്ന് കുട്ടികൾക്ക് സ്കൂളിലെ ദിവസം തന്നെയാണ്, പക്ഷേ ലീവാക്കിയിരിക്കണേ. ലീവാക്കി പറയാൻ സ്കൂളിൽ എന്തോ മറ്റേ പ്രൊഫഷണൽസും ഉണ്ടാവല്ലോ KG കുട്ടികളെ, അത് നടക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കാര്യമായിട്ട് പഠിപ്പും കാര്യങ്ങളൊന്നുമില്ല, നേരത്തെ വിടും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവരെ ലീവ് ആക്കിയതിന് ശേഷം ഞാൻ അവരെയും കൊണ്ട് പോന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ അതാ ചമ്മാട് ക്ലിനിക്കിലാണ്, അറിയാലോ, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. നമ്മൾ അൽമാസിലെ ഡോക്ടറാണ്, ഷബീർ അലി ഡോക്ടർ എന്ന് പറയും. നല്ല ഡോക്ടർ കേട്ടോ, നല്ല ട്രീറ്റ്മെൻറ്റാണ്. കണ്ടില്ല, അപ്പോൾ എന്നെ വിളിച്ചതിന് ശേഷം നമ്മൾ എവിടേക്ക് എയർ വരുന്ന ആ ഭാഗമൊക്കെ മാർക്ക് ചെയ്യട്ടെ അവർ. അപ്പോൾ എനിക്ക് നല്ല തിക്കായിട്ടാണ് എയർ വന്നിട്ട്. സാധാ പെണ്ണുങ്ങൾക്ക് വരുന്ന പോലെയല്ല, ആണുങ്ങൾക്ക് വരുന്ന പോലൊക്കെ നെക്കിലൊക്കെ വന്നിട്ട് കേട്ടോ. കൂടുതലായിട്ട് ഇങ്ങനെ താടി രോമങ്ങൾ നല്ല കട്ടിയിൽ തിക്കായിട്ട് ഇങ്ങനെ വന്നിട്ട്, ഈ കഴുത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ കൂടുതലായിട്ട് വന്നിട്ട് കേട്ടോ. അപ്പർ ലിപ്പ് അത്ര കട്ടിയിലൊന്നും വന്നിട്ടില്ലെങ്കിലും താഴെ ഭാഗത്ത് ഇങ്ങനെ നല്ല കട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് കാലം വാക്സ് ചെയ്ത് നടന്നിരുന്നു. വാക്സ് ചെയ്തതിനനുസരിച്ച് എനിക്ക് പിന്നെ ഇങ്ങനെ കൂടി വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് ലേസർ എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ 6ാമത്തെ വിസിറ്റാണ് കേട്ടോ. 5 വിസിറ്റും കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ 1.5 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഡേറ്റ് തരൽ. അപ്പോൾ ഓൾറെഡി 2.5 മാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കാനൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുമല്ലോ, ഒരു ജെല്ലിങ്ങനെ മുഖത്തിട്ടിട്ട് ഒരു ലൈറ്റ് ഇങ്ങനെ അടുപ്പിക്കും, ഇങ്ങനെ മെഷീൻ വെച്ചിട്ട്, അതേ സംഭവം തന്നെ കേട്ടോ അത്. അപ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമുക്ക് തിക്ക് രോമങ്ങളുണ്ടാവുമല്ലോ എയർ, അവിടെ ആ ഭാഗത്ത് എത്തുമ്പോൾ ചെറിയൊരു പെയിന് തോന്നും കേട്ടോ. അല്ലാത്തപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഒന്നും അത്രയ്ക്ക് തിക്കായിട്ടില്ല, എനിക്കിങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്തേക്കാണ് അധികം തിക്കായിട്ട് വന്നിട്ട്. അപ്പോൾ അവിടെയൊക്കെ വെക്കുമ്പോൾ എനിക്ക് കുറച്ച് പെയിന് തോന്നും കേട്ടോ. മുകളിൽ കവിൾ ഭാഗത്തേക്ക് അതേപോലെ അപ്പർ ലിപ്പൊന്നും പ്രശ്നമില്ല, ചെറിയ രോമങ്ങളാണ്, അതുകൊണ്ട് അവിടെ ഒന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഒരു പെട്ടെന്ന് പരിപാടി തീർട്ടോ, 5 മിനിറ്റ് കൊണ്ട് ഡോക്ടർ ഇത് തീർത്തരലുണ്ട്. ഇതിപ്പോൾ ഫുൾ ഫേസ് എന്നുള്ള ട്രീറ്റ്മെൻറ്റിലാണ് ഇത് പോകേണ്ടത്. ഇതിൽ ഫുൾ ഫേസ് ചെയ്യണമെന്നില്ല, ഈ ഒരു രോമമുള്ള ഭാഗത്ത് മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ തീർന്ന് പെട്ടെന്ന് കയറിൻ്റെ ഉള്ളിൽ കയറി കിട്ടിയാൽ 5 മിനിറ്റ് കൊണ്ട് ഇത് പരിപാടി തീരുട്ടോ. അപ്പോൾ പിന്നെ തീർന്ന് പിന്നെ ഞങ്ങൾ വേറെ വഴിക്ക് പോവാണ്. എന്തിനാ പോണ്ടേ? മുടി വെട്ടാൻ നെറ്റുണ്ടാവും നിൽക്കാറില്ല. അപ്പോഴോട് അഞ്ചുട്ടി എന്തിനാ പോണേ? ഏതാ സ്റ്റൈല്? വലുതി പോയ വലിയ പൈസ എടുക്കണം, ചെറുതി പോയ ചെറിയ പൈസ എടുത്താണ്, അറിയില്ല. പിന്നെ കുട്ടികളിപ്പോൾ കൂട്ടി വന്നത് ഇതിനാട്ടോ. അവർ മുടി വെട്ടാൻ തിരക്കൂടൽ തുടങ്ങിയിട്ട് കുറേ ദിവസം കേട്ടോ. കഴിഞ്ഞ വർഷമായിട്ട് കെട്ടിയതാണ്, പിന്നെ വെട്ടിയിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ തന്നെ വെട്ടിക്കൊടുക്കൂട്ടാ. പിന്നെ അധികം മുടി വളർത്തില്ല, കാരണം ഈ സ്കൂൾ പോകുന്നതുകൊണ്ട് ഈ പാൻറ്റൊക്കെ ശല്യം ഉണ്ടായതുകൊണ്ട് അധികം വളർത്താറില്ല. അപ്പോൾ ഇതിപ്പോൾ പെരുന്നാളായിട്ട് ഇപ്പം ഏതായാലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, അപ്പോൾ പിന്നെ ഏതായാലും ഒന്ന് വെട്ടാമെന്ന് വിചാരിച്ചു. അവിടെ അതിൻ്റെ അടുത്ത് തന്നെ, ഈ ക്ലിനിക്കിൻ്റെ അടുത്ത് തന്നെ ഒരു പാർലർ കണ്ടപ്പോൾ അതിലേക്ക് കയറിപ്പോയി. ആദ്യമായിട്ട് കയറി കേട്ടോ, അത് പുതിയ തുറന്നതാ തോന്നുന്നു. ചമ്മാട് നമ്മളെ എന്താ പറയുക, കൊടിഞ്ഞി റോട്ടിലാണത്. അപ്പോൾ അവർ ബിഫോറിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ആഫ്റ്ററും ബിഫോർ ഇടാനായിക്കാരം അവർക്ക്, അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മോള് വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്യട്ടെ, ഞാനിങ്ങനെ ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ മോള് വെറുതെ ഇങ്ങനെ അത് ഷൂട്ട് ചെയ്തതാണിത്. അപ്പോൾ എയറൊക്കെ നല്ല വാഷ് ചെയ്തിട്ട് എന്നിട്ടാണ് അവർ എന്താ പറയുക, അവർ നല്ല എല്ലായിടത്തും കട്ടിങ്ങൊക്കെ ചെയ്യലിട്ടാ. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് സമയം എടുക്കുന്നതാണ്, രണ്ടാമത് വെട്ടി വരുമ്പോൾ തന്നെ. അപ്പോൾ ഞാനൊന്ന് ത്രെഡ് ചെയ്യാൻ ഇരുന്നുട്ടാ. ത്രെഡിങ് ഞാനങ്ങനെ ചെയ്യല്ലേ, കാരണം എനിക്ക് ഭയങ്കര പെയിനാട്ടോ ഈ ത്രെഡിങ്, ഒരാകുമ്പോൾ പറിക്കില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പെയിനാണ്, അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറൊന്നുമില്ല. അങ്ങനെ മുടിയിട്ടുണ്ടാ ടാബ് കൊണ്ട് തുറക്കുക. അങ്ങനെ പല്ല് വെപ്പിച്ചാലോ? ഒറ്റ പല്ലു ചില തൊള്ളിയില്ലേ? റാബിറ്റിൻ്റെ പല്ല് കാണണ്ട, ഒരാൾ തന്നെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണിച്ചാൽ. അങ്ങനെ ഹണിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അഞ്ചുൻ്റെ എന്താ പറയുക, ബിഫോർ പിക്ക് എടുക്കേണ്ടവർ
ഇങ്ങനെ മുടിക്ക് ഇങ്ങനെ ഇളക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ പിന്നെ അതാ ഇവളത് മൂത്തരുത് കഴിഞ്ഞപ്പോൾ ഹണീൻ്റെ കഴിഞ്ഞപ്പോൾ അവർ ആഫ്റ്റർ പിക്ക് എടുക്കുന്നുണ്ട്, ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ. എന്താ ബട്ടർഫ്ലൈ കട്ടെന്ന് പറഞ്ഞു, അവൾ തന്നെ സെലക്ട് ചെയ്തതാണ്, നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തത് പറഞ്ഞപ്പോൾ അവൾ തന്നെ ഗൂഗിളിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുത്താണ്. പിന്നെ ഏത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സാധാ പോലെ തന്നെ നിൽക്കട്ട. കണ്ടോളൂ എല്ലാവരും കണ്ടോളൂ. ഇതേതാ കട്ട്? ബട്ടർഫ്ലൈ. ഞങ്ങളിങ്ങനെ പാറിപ്പോകും ബട്ടർഫ്ലൈൻ്റെ മാറ്റി. കുളിക്കുമ്പോണ്ടാവും രണ്ടാമത് ചുരുണ്ടടങ്ങി മേൽക്ക്. ഓക്കെ, ഇനി ഒരാളടുത്ത് വേറെ ആളോട് കട്ട് ചെയ്യും. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാ പോലെ അതിനാണ് മുടിയൊന്ന് ഷോർട്ടായി തോന്നിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ലുക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും പരിപാടിക്കും പാർട്ടിക്ക് പോകുന്ന സമയത്ത് നമുക്ക് സെറ്റാക്കി എടുക്കാന്നേ ഉള്ളൂ. അതേപോലെ സെറ്റാക്കി എടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ആ ഒരു റോളർ ചീർപ്പും അതേപോലെ റോളർ ചീർപ്പും പിന്നെ എയർ ഡ്രയർ ഉണ്ടെങ്കിൽ നമുക്കിനെ സെറ്റാക്കി എടുക്കാനാവുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാളെ സ്റ്റൈലും. കുഞ്ചുവിന് അഞ്ചേക്കിന് ചെറിയ മോക്ക് പിന്നെ അവൾ വിചാരിച്ച ഒരു സ്റ്റൈൽ കിട്ടിയില്ല, അപ്പോൾ മുഖത്തിന് വലിയൊരു തെളിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ച സമയം 1 മണി ആയിട്ടുണ്ടപ്പോൾ ഏതായാലും ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ചമ്മാടാണ് ഇതൊക്കെ സംഭവം, ക്ലിനിക്കും പാർലറൊക്കെ. അപ്പോൾ പിന്നെ പാലത്തേക്ക് പിന്നെ അതിനാണ് ദൂരമില്ലല്ലോ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇത് ഉമ്മാനെ കണ്ടിട്ട് പോകാം. പിന്നെ ഏതായാലും കുട്ടികൾ ഒപ്പമുണ്ടല്ലോ, ഉമ്മാനടുത്ത് പോകാച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പം അമ്മ വിളിച്ചും ചെയ്തിരുന്നു പിന്നെ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ട്. വീട്ടിലെത്തി നല്ല വിശപ്പുണ്ട്. അതിൻ്റെ ഉമ്മാൻ്റെ ചോറും കറിയൊക്കെ കഴിക്കാൻ പോയിട്ട് ഉമ്മാൻ്റെ ചോറും കറിയും തന്നെ അതൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. അതെല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇനി പെരുന്നാൾ വ്ളോഗായിട്ട് അടുത്ത ദിവസം കാണാം ഇൻഷാ അല്ലാഹ്. ചട്ടി കണ്ടത് ചീരൻ്റെ ഉപ്പേരി, അമ്പഴങ്ങ ഉപ്പിലിട്ടത്, പച്ചമാങ്ങ ചമ്മന്തി, എന്താ പറയുക സ്പെഷ്യൽ ചക്കയും ഇറച്ചിയും, പെട്ടിയിറച്ചിയും ചക്കയും, എന്താ ചോറും ചിക്കൻ കറി, അടിപൊളി ഫുഡ്.